നമ്മളുടെ 2025 ഇടിച്ചക്കത്തോരൻ റെഡിയാക്കാൻ പോവുകയാണ് കേട്ടോ. എനിക്ക് വലിയ ഇഷ്ടമുള്ള കാര്യമല്ല ഈ ചക്കയുടെ പശയൊക്കെ കയ്യുമാവണതും അത് ക്ലീൻ ചെയ്യാന്നൊക്കെ പറയണത് ഇഷ്ടമുള്ള കാര്യമല്ല. അമ്മയുള്ളപ്പോൾ അമ്മയാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നായിരുന്നത്. ഇതിപ്പോൾ വിഷുവിന് കണി വെക്കാനായിട്ട് ഇടിച്ചക്ക വാങ്ങിയിട്ടുണ്ടായിരുന്നു. അന്നേരം പിന്നെ അത് വെറുതെ കളയണ്ടല്ലോ, വേറെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇന്ന് ഇത് ഉണ്ടാക്കണേ കേട്ടോ. ഞാൻ ചെയ്തത് ആദ്യം തന്നെ അതിൻ്റെ ഇതെല്ലാം ആ മുള്ള് ഭാഗം എല്ലാം കളഞ്ഞിട്ട് ഇച്ചിരി വലിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തു. അതിന് ശേഷം അതിനെ കുക്കറിലിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നന്നായി ഒന്ന് വേവിച്ചെടുത്തു, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്. പിന്നെ അതിന് അത് 2-3 വിസിൽ വന്നതിന് ശേഷം അതിനെ നന്നായി ഒന്ന് നമ്മളുടെ എന്താ പറയുക ഇങ്ങനെ ഇടിക്കണത് വെച്ചിട്ട് ഇടിച്ചെടുക്കുകയാണ് ചെയ്തത്. പിന്നെ അതിലേക്ക് ആവശ്യമുള്ളത് ചുമന്നുള്ളി, നാളികേരം, വറ്റൽമുളക്, ഉഴുന്നുപരിപ്പ്, പിന്നെന്താ കറിവേപ്പില. അപ്പോൾ ഇതാ ഇങ്ങനെ നന്നായി വെന്തിട്ടുണ്ട്. അപ്പോൾ ഇച്ചിരി വെള്ളം അടിയിലുണ്ടായിരുന്നു, ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു. അപ്പോൾ നിങ്ങളാക്കുമ്പോൾ അങ്ങനെ വെള്ളം തോന്നുന്നുണ്ടെങ്കിൽ ആ വെള്ളത്തിന് ഒന്നില്ലെങ്കിൽ വറ്റിച്ചെടുക്കുക, അല്ലെങ്കിൽ ആ വെള്ളം മാറ്റിക്കളയുക. അതിന് ശേഷം എന്നിട്ട് ഇടിച്ചെടുക്കുമ്പോഴായിരിക്കും അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് നിൽക്കുക. ഇതിപ്പോൾ ഇതാ കുഴഞ്ഞിരിക്കുന്നുണ്ടോ, ഇങ്ങനെ കുഴഞ്ഞിരിക്കുന്നത് ഇവിടെ വലിയ ഇഷ്ടമുള്ള കാര്യമല്ല. അപ്പോൾ ഇതാ നമ്മുടെ ഇടിച്ചക്കത്തോരൻ റെഡി ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഇതാ ഒരു ചായയും കൂടിയും റെഡിയാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 4 മണിക്കലത്തേക്കുള്ള കടി റെഡിയായി. ഇടിച്ചക്കത്തോരനും കട്ടൻ ചായയും. ആഹാ, അന്തസ്.